കനുപ്രിയ ഇതിഹാസ് എപ്പിസോഡിലെത്തി നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നത് വിരഹിണിയായ കനുപ്രിയയാണ്. ചോദ്യം ചോദിക്കുന്ന രാധയാണ് നമ്മൾ കാണുന്നത്. ആദ്യം നമ്മൾ വിപ്രലബ്ധ അവസ്ഥയിൽ രാധയെ കണ്ടു. പിന്നീട് സേതു മേ എന്നതിൽ ഞാൻ വെറും ഒരു സേതുവിനെ പോലെയായിരുന്നു, ഒരു പാലം പോലെയാണോ എന്നെ കണ്ണൻ കരുതിയത് എന്ന് ചോദ്യം ചോദിക്കുന്ന രാധ. പിന്നീട് ഉസി ആം കെ നീച്ചെ, ആ ഒരു മാഞ്ചോട്ടിൽ നമ്മൾ സംഗമിച്ചിരുന്ന ആ മാഞ്ചോട്ടിൽ അവിടെ പിന്നെയും കനുപ്രിയ എത്തുകയാണ്. ഇവിടെ കനു ഇല്ല, കനുവിൻ്റെ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ, കനുപ്രിയ മാത്രമേ ഉള്ളൂ ആ മാഞ്ചോട്ടിൽ. ആ മാഞ്ചോട്ടിലെത്തിയിട്ട് രാധ വളരെ വികാരഭരിതയായി ചോദിക്കുകയാണ്, ഉസ് തന്മയता में तुम्हारे वक्ष में मुँह छिपाकर लजाते हुए मैंने जो जो कहा था पता नहीं उसमें कुछ अर्थ था भी या नहीं. ഞാൻ വളരെ ഇമോഷണലായിട്ട് കനുവിൻ്റെ നെഞ്ചോട് ചേർന്ന് अपना मुँह छिपाकर वक्ष में मुँह छिपाकर लजाते हुए मैंने कई बातें कही, ഞാൻ നാണിച്ച് വളരെ കാര്യങ്ങൾ അന്ന് സംസാരിച്ചു. പതാ നഹി ഉസ്മേ കുച്ച് അർത്ഥ് ഥാ ബി യാ നഹി. എനിക്കിപ്പം എന്നെ ഇട്ടിട്ട് പോയ കനു ഈ അവസ്ഥയിൽ എനിക്ക് ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ആ ഇമോഷണലായിട്ട് പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ വാസ്തവത്തിൽ ഒരർത്ഥവുമില്ലായിരുന്നു, അർത്ഥശൂന്യമായ കാര്യങ്ങളായിരുന്നു ഞാൻ അന്ന് പറഞ്ഞത്. ഇവരുടെ ഈ സംഗമസ്ഥലം നമ്മൾ കണ്ടു, അശോകവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ, കദംബ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ, അങ്ങനെ ആമ്രവൃക്ഷ് എന്ന് പറയുമ്പം മാഞ്ചോട്ട്, ഈ മാഞ്ചോടും വളരെ ഇമ്പോർട്ടൻ്റാണ്, ഇവരുടെ മീറ്റിംഗ് പ്ലേസ് ആയിരുന്നു. അത് മഞ്ജരി പരിണയിൽ കവി വളരെ വിശദമായിട്ട് വരച്ചു കാട്ടിയിട്ടുണ്ട്. ആമ്ര ബോർക്ക ഗീത്തും ആമ്ര ബോർക്ക അർത്ഥും അതിൽ പറയുന്നുണ്ട്. അതിൽ പറയുന്നത് ചില സമയത്ത് കണ്ണൻ മണിക്കൂറുകളോളം ഓടക്കുഴൽ ഊതി രാധയുടെ പേരും വിളിച്ച് അവിടെ കാത്തിരിക്കുകയുണ്ടായി. പക്ഷെ ചില സമയങ്ങളിൽ രാധ വരാൻ താമസിക്കുകയോ വരാതിരിക്കുകയോ ചെയ്യുന്ന സമയത്ത് അവസാനം ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് ദേഷ്യത്തിൽ ഈ മഞ്ചരി, ആമ്രമഞ്ചരി ഇത് ഞെവിടി ആ വഴികളിലൊക്കെ ഇട്ടിട്ട് പോകുമെന്ന് പറയുന്നത്. ആ ദേഷ്യത്തിൽ, രാധ വരാത്തതിൻ്റെ ദേഷ്യത്തിൽ. അപ്പോൾ രാധ സങ്കല്പിക്കുന്നത് ഈ പഗ്ഡണ്ടി എന്നതിൽ പറയുന്നത് ഇങ്ങനെ ഈ വഴിയാണ്, ഈ നമ്മൾ മനുഷ്യർ നടന്നു പോകുന്ന വഴിയിലെ പുല്ല് മാറുകയും ബാക്കി സ്ഥലത്തെല്ലാം പുല്ലുണ്ടാകുകയും ചെയ്യുന്നൊരവസ്ഥ. അത് രാധ സങ്കല്പിക്കുന്നത്, കവി സങ്കല്പിക്കുന്നത് അത് സീമന്തരേഖയാണെന്ന്. അതിൽ സിന്ദൂരം ഇടുന്ന പോലെയാണ് കൃഷ്ണൻ ആ മാമ്പൂ ഞെവിടി ഇട്ടതെന്നുള്ളതാണ്. ഈ മഞ്ചരി ആക്ച്വലി ഇതിൽ പൂവാവുന്നതിന് മുമ്പുള്ള ഒരു സിറ്റുവേഷനാണ്. ഈ കുഞ്ഞു കുഞ്ഞ് ഇളം പച്ചയും വെള്ളയും നിറത്തിലുള്ള മുട്ടുമുട്ട് പോലെ ഗുച്ഛേ എന്നാണ് അതിൽ പറയുന്നത്. മഞ്ചരി, അതാണ് ഈ മഞ്ചരി. അത് സാൻസ്ക്രിത് വേർഡാണ്. ഹിന്ദിയിൽ ഈ മഞ്ചരിനെ ബോർ എന്നാണ് പറയാറ്. ബോർ എന്ന മീനിങ് വന്നത് തന്നെ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് അതിൻ്റെ ആ ഒരു മനസ്സിനെ ബോറാന, ഹിന്ദിയിൽ അത് പറയുന്നത് മനസ്സിനെ മത്ത് പിടിപ്പിക്കുക, ആ ഒരു ഗന്ധം കാരണമാണ് അതിന് ആ പേര് വന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഈ മഞ്ചരി ആക്ച്വലി ആ മാമ്പൂവായിട്ട് മാറുന്നതിന് മുമ്പുള്ള സ്റ്റേജാണ്. ഈ കുഞ്ഞു കുഞ്ഞു മുട്ടായിട്ട് നിൽക്കുന്നത് പൂവായി മാറി പിന്നെ അത് കായായി മാറുന്നു. അതാണ് ഈ കാണുന്നത്. ഇതെല്ലാം ചെയ്ത് കാണുമ്പോൾ അത് മനസ്സിലാവും. അപ്പോൾ ഈ മാമ്പൂ കവികളുടെ ഇഷ്ട വിഷയമായിരുന്നു. കാളിദാസ് പ്രത്യേകിച്ചു അഭിജ്ഞാന ശാകുന്തലത്തിലും ഋതുസംഹാറിലും എല്ലാത്തിലും ഈ മാമ്പൂവെ പറ്റി വർണ്ണിക്കുന്നുണ്ട്. അത് വളരെ നമുക്ക് അതിശയമായിട്ട് തോന്നും. നമ്മളെങ്കിൽ ഇതിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത്. ഇതിലിതാ ഋതുസംഹാറിൽ പറയുന്നത് ലാസ്റ്റ് നോക്കി, लाल लाल कोंपलों के गुच्छों से झुके हुए और सुंदर मंजरियों से लदी हुई शाखाओं वाले आम के पेड़ जब पवन के झोंकों से हिलने लगते हैं तो उन्हें देख देख कर स्त्रियों के मन उछलने लगते हैं. അങ്ങനെ പറയുന്നു. സ്ത്രീകൾ ഇതിൻ്റെ ഈ മഞ്ചരി കണ്ടിട്ട് അവരുടെ മനസ്സിൽ അവരുടെ പുരുഷന്മാരെ ഓർമ്മ വരികയും അത് വേ ഉച്ഛലനെ ലഗ്തേ ഹേ എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ മഞ്ചരിക്ക് കവികൾ വളരെയധികം ഇമ്പോർട്ടൻസ്
തൻ്റെ കാവ്യത്തിൽ കൊടുത്തിരുന്നു. മാവിൻ്റെ ഇല വളരെ പവിത്രമായിട്ടാണ് കരുതുന്നത്. അതിലിങ്ങനെ തോരണം കിട്ടുന്നതും മണ്ഡപത്തിലും പിന്നെ കലശത്തിലും ഇതെല്ലാം ഇതിന് വളരെ ധാർമ്മികമായ റിലീജിയസ് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് മാവിൻ്റെ ഇലയ്ക്ക് നമ്മൾ നൽകാറുണ്ട് നമ്മുടെ കൾച്ചറിൽ. മാമ്പൂ ആക്ച്വലി പൂത്ത് നിൽക്കുന്നത് നമ്മൾ പലപ്പോഴുമായിട്ട് കണ്ടിട്ടുണ്ട് അല്ലേ, നമ്മുടെ നാട്ടിൽ സഹജമായിട്ട് കാണുന്നൊരു സംഭവമാണ്. പക്ഷേ ഇതിൽ ഇത്രയും മാദകമായ ഗന്ധം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. ഇപ്പോൾ ഇത് ചെയ്തപ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെ വായിക്കുന്നത്, ഗ്രന്ഥങ്ങളിലൊക്കെ ഇങ്ങനെ ഉണ്ടെന്നുള്ളത് മാമ്പൂവിനെ പറ്റി. ഇത് കാമദേവൻ്റെ ശരങ്ങളിലുള്ളൊരു അതാണെന്നും കദംബും അശോകവൃക്ഷമൊക്കെ നമ്മൾ ഇവിടെ സാധാരണയായിട്ട് കാണാത്തതാണ്, അതുകൊണ്ട് അതിനെപ്പറ്റി അത്ര അറിയില്ല. ഇത് പറയുന്നത് കവികൾ പറയുന്നത് ഇത് ഞെവിടുമ്പം ഇതിൽ ഭയങ്കര ഒരു സുഗന്ധമാണെന്നാണ് പറയുന്നത് ഈ മഞ്ചരിയിൽ. അത് ധർമ്മീർ ഭാരതി ആമ്രബോർക്ക ഗീത്തിൽ ഇങ്ങനെ ഇതിനെ പ്രതിപാദിക്കുന്നു. അപ്പോൾ ഇവരുടെ പരിണയം, ഇവരുടെ ഈ ഒരു വിവാഹം, മാനസികമായിട്ടുള്ള ഈ ഒരു ഒത്തുകൂടൽ, അതിൽ ഈ മഞ്ചരിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആമ്രബോറിൻ്റെ മഞ്ചരിക്ക് അതിങ്ങനെയാണ് സങ്കല്പിക്കുന്നത്. കൃഷ്ണൻ വളരെയധികം വെയിറ്റ് ചെയ്ത് അവസാനം ദേഷ്യം വന്ന് ഈ മഞ്ചരിയെ ഞെവിടി വഴിയോരത്തിട്ടപ്പം രാധ സങ്കല്പിക്കുകയാണ് എൻ്റെ സീമന്തരേഖയിൽ സിന്ദൂരം ഇട്ട പോലെയാണ്. അപ്പോൾ സിന്ദൂരം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതെൻ്റെ പുരുഷനായി, അങ്ങനെ സങ്കല്പിക്കുകയാണ്. പിന്നീട് ആമ്രബോർക്ക അർത്ഥത്തിൽ ഇതിന് വേറെ ഒരു ഗൂഢമായ അർത്ഥതലം അദ്ദേഹം കൊടുക്കുന്നത് രാധ ഫ്രഷ് ആണെന്നും മാമ്പൂവിനെ പോലെ എന്നുവെച്ചാൽ എങ്ങനെ വസന്ത ഋതു വരുമ്പം, വസന്ത ഋതു നമുക്കറിയാം ഋതുക്കളുടെ രാജാവായിട്ടാണ് അറിയപ്പെടുന്നത്. എല്ലായിടവും നല്ല പൂക്കളും നല്ലൊരു, ആ സമയത്ത് കവികൾ വർണ്ണിക്കുന്നത് കാമ വാസന ജനിപ്പിക്കുന്ന ഒരു ഋതുവാണെന്ന് ആ വസന്ത ഋതു. ആ വസന്ത ഋതുവിൻ്റെ വരവറിയിക്കുന്ന ഒരു സംഭവമാണ് ഈ ആമ്രബോർ. ഈ ആമ്രബോർ ഫ്രഷാണെന്നും രാധയും അതുപോലെയാണ്, താജായാണ്, ഫ്രഷാണെന്നാണ് കവി ആമ്രബോർ കാർത്തിൽ പറഞ്ഞു വെക്കുന്നത്. ഞാൻ നിനക്ക് തന്ന സ്നേഹമെല്ലാം ഫ്രഷായിരുന്നു, എൻ്റെ പെഹല പ്യാറായിരുന്നു, എൻ്റെ ആദ്യത്തെ സ്നേഹമായിരുന്നു കണ്ണാ നീ. അതിനെ തട്ടി ചവിട്ടി മെതിച്ചിട്ടാണ് നീ പോയിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ഉസി ആം കെ നീച്ചെ വന്നുകൊണ്ട് രാധ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നമുക്കതിലേക്ക് പോകാം. ഉസ് തന്മയता में तुम्हारे वक्ष में मुँह छिपाकर लजाते हुए मैंने जो जो कहा था पता नहीं उसमें कुछ अर्थ था भी या नहीं. ഞാൻ അന്ന് നെഞ്ചോട് ചേർന്ന് കണ്ണനോട് പറഞ്ഞ കാര്യങ്ങൾ, വളരെ ഇമോഷണലായിട്ട് പറഞ്ഞ കാര്യങ്ങൾ, അതിൽ വല്ല അർത്ഥം ഉണ്ടായിരുന്നു എന്ന് ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാം അർത്ഥശൂന്യമായിരുന്നു. ആം मंजरियों से भरी हुई मांग के दर्प में मैंने समस्त जगत को अपनी बेसुधी के एक क्षण में लीन करने का जो दावा किया था पता नहीं वह सच था भी या नहीं. പിന്നീട് അത് കണ്ടിന്യൂ ചെയ്യുവാണ്. ഞാൻ ആമ്രമഞ്ചരിയോ സെ ഭരി ഹുയി മേരി മാങ്, എൻ്റെ സീമന്തരേഖയിൽ സിന്ദൂരം പോലെ ആമ്രമഞ്ചരി ഇട്ടപ്പോൾ എനിക്ക് തോന്നിയത് ആ സമയത്ത് എൻ്റെ ദർപ്പ്, എൻ്റെ അഹങ്കാരം, मैंने സമസ്ത ജഗത് കോ അപ്നി ബേസുധി മേ, എൻ്റെ ബേസുധി, എൻ്റെ അറിവില്ലായ്മ, ഞാൻ വേറൊരു ലോകത്തായിരുന്നു. കാരണം ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ണൻ, എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ണൻ എൻ്റെ ഒപ്പമാണ്, എൻ്റെ കൂടെയാണ്. तो मैंने समस्त जगत को अपनी बेसुधी के एक क्षण में लीन करने का जो दावा किया था. ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കാനുള്ള ഒരു അഹങ്കാരം ആ സമയത്ത് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പതാ നഹി വഹ സച്ച് ഥാ ഭി യാ നഹി, അതൊക്കെ വാസ്തവത്തിൽ സത്യമായിരുന്നു. ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് ഞാൻ എന്തൊക്കെയാണെന്ന് അഹങ്കാരം കൊണ്ട്, കണ്ണനെൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് അഹങ്കാരം കൊണ്ട് ഞാൻ ചെയ്തു കൂട്ടിയത്. जो कुछ अब भी इस मन में कसकता है, इस तन में कांप कांप जाता है, वह स्वप्न था या यथार्थ अब मुझे याद नहीं. എനിക്കിപ്പോൾ അതെല്ലാം സ്വപ്നമായിരുന്നോ യാഥാർത്ഥ്യമായിരുന്നോ എന്നെനിക്ക് ഓർമ്മയില്ല. എന്നെ വിട്ടിട്ട് നീ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് മേ കസക്താ ഹെ, എനിക്കിപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു. കസക്കന വല്ലാതെ വിഷമിപ്പിക്കുക. ഇസ് തൻ മേ കാപ്പ് കാപ്പ് ജാത്താ ഹെ, എൻ്റെ ഈ തൻ, എൻ്റെ ഈ ശരീരം വിറയ്ക്കുകയാണ്. കാംപ്ന വഹ സ്വപ്നഥായ യഥാർത്ഥ്, അത് സ്വപ്നമായിരുന്നോ യാഥാർത്ഥ്യമായിരുന്നോ എന്ന് പറയും. എനിക്കിപ്പം സംശയമുണ്ട്, എനിക്ക് ഓർമ്മയില്ല. മുझे याद नहीं, पर इतना ज़रूर जानती हूँ कि इस आम की डाली के नीचे जहाँ खड़े होकर तुमने मुझे बुलाया था
अब भी मुझे आकर बड़ी शांति मिलती है. എനിക്ക് പിന്നെ ഒരു കാര്യം മാത്രം അറിയാം, ഈ ഒരു മാഞ്ചോട്ടിലാണ് നമ്മൾ മീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെയാണ് നമ്മുടെ സംഗമസ്ഥലം. ഇവിടെ വന്ന് നിൽക്കുമ്പം ഇന്നും എനിക്കൊരു പ്രത്യേക മനഃശാന്തി കിട്ടുന്നുണ്ട്. ना मैं कुछ सोचती नहीं, कुछ याद भी नहीं करती. सिर्फ मेरी अनमनी भटकती उंगलियां मेरे अनजाने धूल में तुम्हारा वह नाम लिख जाती हैं जो मैंने प्यार के गहनतम क्षणों में खुद रखा था. അടുത്ത നിമിഷം രാധ പറയാണ്, ഇല്ല ഇല്ല, ഞാൻ കണ്ണനെ പറ്റി ഇപ്പോൾ ഒന്നും मैं सोचती ही नहीं हूँ, ഞാൻ ആലോചിക്കുന്നേ ഇല്ല. मैं कुछ याद भी नहीं करती, എനിക്ക് ഓർക്കുകയും വേണ്ട. സിർഫ് മേരി അൻമനി ഭട്ടക്തി ഉംഗ്ലിയ, പക്ഷെ എൻ്റെ ഉംഗ്ലിയ, എൻ്റെ വിരലുകൾ, അൻമനി അറിയാതെ സ്വയം, ഭട്ടക്തി ഹുയി വഴിതെറ്റിയിട്ട്, എൻ്റെ ഈ വിരലുകൾ താനെ ഞാനറിയാതെ, ഭട്ടക്തി ഹുയി വഴിതെറ്റി, അഞ്ചാനേ മേഹി ധൂൽ മേ മണ്ണിൽ, അറിയാതെ തന്നെ എൻ്റെ കൈകൾ, എൻ്റെ വിരലുകൾ കണ്ണനെ ഞാൻ വിളിച്ചിരുന്ന ആ ഒരു വിളിപ്പേര് ഇവിടെ ഈ മണ്ണിൽ എഴുതും. എൻ്റെ വിരലുകൾക്കറിയില്ല, അവർക്കത് ശീലമാണ്. ജോ मैंने प्यार के गहनतम क्षणों में खुद रखा था, നമ്മൾ തമ്മിൽ മാത്രം അറിയുന്ന പേര്, ഞാൻ കണ്ണനെ വിളിച്ചിരുന്ന പേര്, അത് നമ്മൾ തമ്മിലുള്ളൊരു ഡീപ്പ് സീക്രട്ടാണ്. അത് എൻ്റെ വിരലുകൾ അൻമനി ഭട്ടക്തി അഞ്ചാനേമേ, അറിയാതെ എൻ്റെ വിരലുകൾ ആ പേര് ഈ മണ്ണിൽ എഴുതും. ഞാൻ ആലോചിക്കാറില്ല. मैं कुछ सोचती नहीं, कुछ याद भी नहीं करती. ये नाम जिसे हम दोनों के अलावा कोई जानता ही नहीं, और ज्यों ही सचेत होकर अपनी उंगलियों की इस धृष्टता को जान पाती हूँ, चौंक कर उसे मिटा देती हूँ. നമ്മൾ തമ്മിൽ മാത്രം അറിയുന്ന ആ വിളിപ്പേര് വേറെ ആർക്കും അറിഞ്ഞുകൂടാ. ഞാൻ ജ്യോ ഹി സച്ചേത് ഹോ ജാത്തി ഹൂँ, സച്ചേത് എന്നാന്ന് വെച്ചാൽ എനിക്ക് ബോധം വരും, എനിക്ക് പെട്ടെന്ന് എൻ്റെ വിരലുകൾ എന്താ ചെയ്തെന്നുള്ളത് ഞാൻ അറിയുമ്പോൾ, मैं अपनी उंगलियों की इस धृष्टता को जान पाती हूँ, എൻ്റെ വിരലുകൾ ചെയ്ത ഈ അഹങ്കാരം, കണ്ണൻ്റെ പേര് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ എഴുതാൻ, പക്ഷേ എൻ്റെ വിരലുകൾ അറിയാതെ എഴുതുന്നു, അത് ഞാൻ അറിയുമ്പോൾ, ചോങ്ക് കർ ഉസേ മിട്ടാ ദേത്തി ഹൂँ, ഞാൻ പെട്ടെന്ന് ആ പേരങ്ങ് നിമിഷത്തിനകം നിഷ്കാരുണ്യം മായ്ച്ചു കളയും. എന്നുവെച്ചാൽ എനിക്ക് ഒരു കാലത്ത് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ആ പേര്, നമ്മൾ തമ്മിലുള്ള ഡീപ്പ് ലവിൻ്റെ ചിഹ്നമായ ആ പേര്, എൻ്റെ വിരലുകൾ ഞാൻ അറിയാതെ എഴുതുമ്പോൾ ഞാൻ ആ വിരലുകളുടെ ആ ഒരു അഹങ്കാരത്തെ പെട്ടെന്നങ്ങ് മായ്ച്ചു കളയും. उसे मिटाते दुख क्यों नहीं होता कनू, क्या अब मैं केवल 2 यंत्रों का पुंज मात्र हूँ. എനിക്ക് അതിശയം തോന്നുന്നു കനു, ആ പേര് പെട്ടെന്ന് ഞാനങ്ങ് മായ്ക്കുമ്പം എനിക്കൊരു ദുഃഖവും തോന്നാറില്ല. उसे मिटाते दुख क्यों नहीं होता कनू, क्या अब मैं केवल 2 यंत्रों का പുഞ്ച് മാത്രം ഹൂँ. ഇപ്പം ഞാൻ വെറും 2 മെഷീൻ്റെ 2 പാർട്സായിട്ട് മാറിയിരിക്കുകയാണോ. 2 പരസ്പർ വിപരീത് യന്ത്ര, 2 ഓപ്പോസിറ്റ്സ്, 2 ഡിഫറെൻറ്റ് യന്ത്രങ്ങൾ. उसमें से एक बिना अनुमति नाम लिखता है, दूसरा उसे बिना हिचक मिटा देता है. എൻ്റെ ഈ ഒരു യന്ത്രം എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു, ഒന്ന് ബുദ്ധിപരമായി പ്രവർത്തിക്കുന്നു, ഒന്ന് മനസ്സ് ഹൃദയപരമായി പ്രവർത്തിക്കുന്നു. എൻ്റെ ഹൃദയം കണ്ണൻ്റെ പേര് എഴുതുന്നു, എൻ്റെ ബുദ്ധി അത് മായ്ച്ചു കളയുന്നു. അപ്പം ക്യാ മൈ കേവൽ 2 യന്ത്രവും കാ പുഞ്ച് മാത്രം ഹൂँ, ഞാനിപ്പോൾ ഈ 2 യന്ത്രങ്ങളുടെ ഒരു മെഷീൻ മാത്രമായി മാറിയിരിക്കുകയാണോ. അതും 2 വിപരീത യന്ത്രങ്ങൾ, ഒന്ന് ബുദ്ധിപരമായി ചിന്തിച്ച് അത് മായ്ച്ചു കളയുന്നു, മറ്റേത് കണ്ണൻ്റെ പേര് എഴുതുന്നു. ഉസേ മിട്ടാത്തെ ദുഃഖ് ക്യോ നെഹി ഹോത്താ കനു, ഞാൻ ആലോചിക്കുന്നത് അത് മായ്ക്കുമ്പോൾ എനിക്കൊരു വിഷമവും ഉണ്ടാവുന്നില്ലല്ലോ കനു. क्या अब मैं केवल 2 यंत्रों का पुंज मात्र हूँ, 2 परस्पर विपरीत यंत्र, उनमें से एक बिना अनुमति नाम लिखता है, दूसरा उसे बिना हिचक मिटा देता है. ഒന്ന് അനുവാദമില്ലാതെ പേരെഴുതുന്നു ഒരു യന്ത്രം, എൻ്റെ ഉള്ളിലെ ഒരു യന്ത്രം ബിനാ ഹിച്ചക് മിട്ടാ ദേത്താ ഹെ, ഒരു ഹിച്ചക്കും ഇല്ലാതെ, ഒരു തടസ്സവും ഇല്ലാതെ ആ പേരങ്ങ് മായ്ച്ചു കളയുന്നു, ഒരു പുനർചിന്തനവും ഇല്ലാതെ അങ്ങ് മായ്ച്ചു കളയുന്നു. तीसरे पहर चुपचाप यहाँ छाया में बैठती हूँ और हवा ऊपर ताज़ी नरम टहनियों से और नीचे कपोलों पर झूलती मेरी रूखी अलकों से खेल करती है. मैं तीसरे पहर यहाँ आकर चुपचाप छाया में बैठती हूँ. किसकी छाया में? आम के वृक्ष की छाया में. जिस आम के वृक्ष के नीचे
ഇവർ സംഗമിക്കുന്ന സ്ഥലം, ഇവർ രണ്ടുപേരും ഇവരുടെ മിലൻ സ്ഥാൻ, ഇവരുടെ മീറ്റിംഗ് പ്ലേസ്. और हवा ऊपर ताज़ी नरम टहनियों से और नीचे कपोलों पर झूलती मेरी रूखी അൽക്കോं से खेल करती है. ഈ അൽക്ക എന്ന് ഉദ്ദേശിക്കുന്ന മുടിച്ചുരുളുകൾ, ഇതൊരിക്കൽ കൃഷ്ണനെ തൻ്റെ വലയത്തിൽ വീഴ്ചിരുന്ന ഈ മുടിച്ചുരുളുകൾ ഇപ്പം രൂഖി ഹെ, ഇപ്പം കവി പറയുന്നത് അതങ്ങ് ഉണങ്ങി ഒരുമാതിരി ഒരു ജീവനുമില്ലാത്ത ഒരു മുടികളെ പോലെയാണ് എൻ്റെ മുടി തോന്നുന്നത്. അപ്പോൾ ഇവിടെ मैं चुपचाप छाया में जब मैं बैठती हूँ, അപ്പം കാറ്റ് അടിക്കുന്നുണ്ട്. നരം ടെഹനിയോസെ, നല്ല ഈ ടെഹനിയ, ഈ ബ്രാഞ്ചസ്, ഈ മരത്തിൻ്റെ ടെഹനികളിൽ നല്ല താസ കാറ്റടിക്കുന്നുണ്ട്. നീച്ചെ കപ്പോലോം പർ ഝൂൽത്തി മേരി റൂഖി അൽക്കോं से खेल करती है. കാറ്റ് എന്നെയും തലോടുന്നുണ്ട്, എൻ്റെ കവിളുകളെ തലോടി, എൻ്റെ മുടികളെ തലോടി ഈ കാറ്റ് പോകുന്നുണ്ട്. और मैं आँख मूंद कर बैठ जाती हूँ और कल्पना करना चाहती हूँ कि उस दिन बरसते में जिस छौने को अपने आंचल में छिपा कर लाई थी, वह आज कितना 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 महान हो गया है. ഇവിടെ കാറ്റ് വീശുമ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുകയാണ്. ആങ്ക് മൂന്ത് കർ ബൈഠ് ജാത്തി ഹൂँ, കണ്ണുകൾ അടച്ച് ഞാൻ ആലോചിക്കുകയാണ്. मैं कल्पना करती हूँ उस दिन बरसते में जिस छौने को, നമ്മൾ നേരത്തെ കണ്ടതാണ്, പൂർവരാഗിൽ കണ്ടതാണ്. ഉസ് ബർസ്തെ ഹുവേ ബാരിഷ് മേ, മഴ പെയ്യുന്ന സമയത്ത് ഒരു കിടാവിനെ പോലെ, ഛോനെ കിടാവ്, ഒരു കിടാവിനെ പോലെ തൻ്റെ നെഞ്ചോട് ചേർത്ത് ഞാൻ എൻ്റെ ആഞ്ചലിൽ ചിപ്പാക്കർ, എൻ്റെ സാരി തുമ്പിൽ മറച്ചിട്ട് നീ മഴ നനയാതിരിക്കാൻ വേണ്ടി കണ്ണനെ ഞാൻ കൊണ്ടുവന്നത് ആ ഒരു കൊച്ചു ശിശു. എനിക്ക് കണ്ണൻ ആക്ച്വലി ഒരു ശിശുവിനെ പോലെയായിരുന്നു ആ സമയത്ത്, ഒരു കൊച്ചനിയനെ പോലെ. വഹാജ് കിത്തന 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 മഹാൻ ഹോ ഗയാ ഹെ, ആ ഒരു കണ്ണൻ ഇപ്പം എത്ര വലുതായി എന്ന് വെച്ചാൽ നമ്മൾ എത്തിപ്പിടിക്കാൻ ഒക്കാത്തത്രയും പൊക്കത്തിൽ ഉയർന്നു കഴിഞ്ഞു, ശിഖരങ്ങളിൽ പോയി കഴിഞ്ഞു. लेकिन मैं कुछ नहीं सोच पाती, सिर्फ जहाँ तुमने मुझे अमित प्यार दिया था वहीं बैठकर कंकड़ पत्ते तिनके टुकड़े चुनती रहती हूँ. तुम्हारे महान बनने में क्या मेरा कुछ टूट कर बिखर गया है कनु. അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. തുമാരെ മഹാൻ ബന്നേ മേ, തും മഹാൻ ബൻ ഗേ ഹോ. ഇതിഹാസം സൃഷ്ടിച്ച കണ്ണനാണ്, കൃഷ്ണൻ ഇതിഹാസം സൃഷ്ടിച്ചിരിക്കുന്നു. ലേക്കിൻ ഇസ്മേ ക്യാ മേരാ കുച്ച് ടൂട്ട് കർ ബിഖർ ഗയാ ഹെ, എൻ്റെ എന്തെങ്കിലും എന്നെ ചവിട്ടി മെതിച്ചിട്ടാണോ കനു നീ മഹാനായത്. मैं यहाँ कुछ नहीं सोच पाती, सिर्फ जहाँ तुमने मुझे अमित प्यार दिया था, यहाँ तुमने मुझे अमित प्यार दिया था, ഈ മാഞ്ചോട്ടിലാണ് എനിക്ക് അമിതമായ സ്നേഹം നീ തന്നത്. मैं यहीं बैठकर कंकड़ पत्ते तिनके, കങ്കട് ചെറിയ ചെറിയ കല്ലുകൾ, അതും ചെറിയ ഇലയും, തിൻക ചെറിയ ചെറിയ ബ്രാഞ്ചസ്, മരച്ചോട്ടി വീണ് കിടക്കുന്ന ടുക്കടെ, ഈ പ്രാന്തന്മാർ ചെയ്യുന്ന പോലെ കല്ലും ഒക്കെ പറക്കിയിരിക്കത്തില്ലേ. എന്ന് വെച്ചാൽ ഒന്നും വളരെയധികം വിഷമിച്ചിരിക്കുന്ന രാധയ്ക്ക് ഈ മീറ്റിംഗ് പ്ലേസിൽ വരുമ്പോൾ അല്പം ആശ്വാസം കിട്ടുന്നുണ്ട്. അവിടെ ഇരുന്നിട്ട് ആലോചിക്കുകയാണ് കണ്ണനെ പറ്റി. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കല്ലും ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ പറക്കിയിട്ട് ഞാൻ ആലോചിക്കുകയാണ്. തുമാരെ മഹാൻ ബന്നേ മേ ക്യാ മേരാ കുച്ച് ടൂട്ട് കർ ബിഖർ ഗയാ ഹെ കനു, എന്നെ ഇല്ലാതാക്കിയിട്ടാണോ കനു നീ മഹാൻ ആയിരിക്കുന്നത്, എൻ്റെ എന്തെങ്കിലും നഷ്ടപ്പെടുത്തിയിട്ടാണോ. വഹ സബ് അബ് ഭി ഹൈ ജ്യോं का त्यों है, दिन ढले आम के नए बौरों का चारों ओर अपना माया जाल फेंकना, जाल में उलझ कर मेरा बेबस चले आना. അതെല്ലാം ഇപ്പോഴും ഉണ്ട്, പണ്ടത്തെ പോലെ മാവുണ്ട്, മാവിൽ ബൗറയുണ്ട്, പുതിയ പുതിയ മുട്ടുകൾ വരുന്നുണ്ട്. ചാറോ ഓർ അപ്ന മായാജാൽ ഫേങ്ക്ന, എന്നിട്ട് ചുറ്റിനും മായാജാൽ, ഇത് ഈ വസന്ത ഋതു പിന്നെയും വരുന്നുണ്ട്. കാരണം ഈ ക്ലൈമറ്റ് അതിൻ്റെ നിയമിത രൂപത്തിൽ, അതിൻ്റെ പീരിയോഡിക്കലായിട്ട് അതിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. മാറ്റം എനിക്കാണ് വന്നത്, ഞാനാണ് ജാൽ മേ ഉലജ് കർ മേരാ ബേബസ് ചലയാന. എനിക്കിവിടെ വന്നിട്ട് എനിക്ക് ഓർമ്മകൾ വരുന്നു, എനിക്ക് പണ്ട് ഞാൻ കണ്ട ആളിവിടെ ഇല്ല. ഞാനിവിടെ വന്ന് സന്തോഷമായിട്ട് സ്നേഹത്തിൽ മുഴുകിയിരുന്ന ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് വന്നിരുന്ന് മേ ബേബസ് ഹോക്കർ വാപ്പസ് ജാ രഹി ഹൂँ, ഞാൻ വളരെ ദുഃഖിതയായി തിരിച്ച് പോവുകയാണ്.
നയാ ഹെ കേവൽ മേരാ സൂനി മാങ് ആന. എന്തെങ്കിലും ഇവിടെ പുതുമ ഉണ്ടെങ്കിൽ, ഇവിടെ പഴയ പോലെ മാവുണ്ട്, മാവും ചൂടുണ്ട്, വസന്ത ഋതുവുണ്ട്, ആം കാ ബോറുണ്ട്. പിന്നെ പുതുമ എന്താണ്? മേരാ സൂനി മാങ് ആന, മേ അഭി സൂനി മാങ് ഹൂँ. എൻ്റെ സീമന്തരേഖയിൽ ഇപ്പം സിന്ദൂരമില്ല, ഒന്നുമില്ല, മഞ്ജരിയില്ല, ആമ്രമഞ്ജരിയില്ല. സൂനി മാങ് ശിഥിൽ ചരൺ, മേരെ ചരൺ ശിഥിൽ ഹേ. എൻ്റെ കാലുകൾക്കിപ്പം പഴയ ഉത്സാഹമില്ല, വളരെ ശിഥിലമായിട്ടിരിക്കുന്നു. അസമർപ്പിത, मैं किसी के लिए समर्पित नहीं कर पा रही अपने आप को. ഞാൻ എല്ലാം സമർപ്പിച്ച ഒരു ദിവസം, ഒരു നിമിഷം ഉണ്ടായിരുന്നു, ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ അസമർപ്പിത, ജ്യോ കാത്യോ ലോട്ട് ജാന, വന്ന പോലെ തിരിച്ച് സൂനി മാങ് ലോട്ട്ന, ഇതാണ് എൻ്റെ അവസ്ഥ. ഉസ് തന്മയता में आम मंजरी से सजी मांग को तुम्हारे वश में छिपा कर लजाते हुए बेसुध होते होते जो मैंने सुना था क्या उसमें कुछ भी अर्थ नहीं था. ആ ഒരു തന്മയ നിമിഷത്തിൽ ഞാൻ പറഞ്ഞിരുന്ന കാര്യം, ഞാൻ സ്നേഹത്തോടെ പങ്കുവെച്ച കാര്യം, അതിലെല്ലാം ആക്ച്വലി ഒന്നുമില്ലായിരുന്നില്ലേ, ഒരർത്ഥവുമില്ലായിരുന്നു. രാധ മനസ്സിലാക്കുകയാണ്, കൃഷ്ണൻ ഇട്ടിട്ട് പോയതിന് ശേഷം തൻ്റെ ജീവിതത്തിൽ ഇനിയും ഒന്നും തന്നെ ഇല്ല, ആർക്കും ഒന്നും സമർപ്പിക്കാനില്ല. താൻ പഴയ പോലെ ആർക്കും താൻ ജീവിതത്തിനൊരു അർത്ഥമില്ലാതായിരിക്കുന്നു. അപ്പോൾ കനു ഇതിഹാസം സൃഷ്ടിച്ചത് എന്നെ ചവിട്ടി മെതിച്ചിട്ടാണോ എന്നുള്ളൊരു ചോദ്യമാണ് രാധ ചോദിച്ചു തീർക്കുന്നത്.